നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 2 വഴുതിനിങ്ങ ഇങ്ങനെ നേരിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പുറത്ത് വെച്ചാൽ കറുപ്പ് കളർ അടിക്കുമല്ലോ വേഗം, അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മുട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിയില, ഒരു ടേബിൾ സ്പൂണിൽ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓയിലും. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വഴുതിനിങ്ങ ഒന്ന് മസാല ഒന്ന് പരക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ വഴുതിനിങ്ങ ഒന്ന് പെരക്കിയെടുക്കണം. അതിൽ വിട്ടുപോയതാണ്. കുറച്ച് ചാട്ട് മസാലയും കൂടി ഇതിലിടണം. ചാട്ട് മസാല ഞാൻ വിട്ടുപോയി. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മളെടുത്ത് വെച്ച ക്യാരറ്റ്, ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പ്. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വഴുതിനിങ്ങ നന്നായിട്ട് മസാല പരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് 2 ചപ്പാത്തിയാണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചപ്പാത്തിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വഴുതിനിങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഒരു ഇരുമ്പിൻ്റെ തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അത് ചൂടായാലും കുറച്ച് ഒരു ടീസ്പൂണോളം എണ്ണ ഒന്ന് ഒഴിച്ചു. വഴുതിനിങ്ങ നമുക്കൊന്ന് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച മുട്ടയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കിനി നമ്മൾ എടുത്ത് വെച്ച ചപ്പാത്തി അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. ഇത് സ്ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കുക. ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല നമ്മൾ അടിപൊളിയായിട്ട് ഇതാ കണ്ടില്ലേ, വഴുതിനങ്ങയും മുട്ടയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വെക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ എഗ് ബ്രിഞ്ചോൾ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇങ്ങനെ റോളാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുട്ടെടുത്തതിൻ്റെ മുകളിൽ കുറച്ച് സോസ് ഇങ്ങനെ ആക്കി കൊടുത്ത്, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും ഇത്. ഇങ്ങനെ റോളെല്ലാം ആക്കിയിട്ട് വഴുതിനിങ്ങയെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളെല്ലാം ഇതുപോലെല്ലാം ആക്കി കൊടുത്താൽ നല്ലോണം കഴിച്ചോളും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ. നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ആക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. നല്ലോണം കുറച്ച് സോസെല്ലാം ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാവും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചീസെല്ലാം ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ, അങ്ങനെയും കൊടുക്കാം. നമുക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ടെല്ലാം എടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.